വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാ സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ആമസോൺ മാക്സി ഡ്രസ്സസ് ആൻഡ് ഷോർട്ട് ഡ്രസ്സസിൻ്റെ ഹോൾ വീഡിയോ ആണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മാക്സി ഡ്രസ്സസും അതുപോലെ ഷോർട്ട് ഡ്രസ്സസ് ഒക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ ലിങ്കാണ് കേട്ടോ കൊടുത്തേക്കണം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാത്തിനും ഒരു ലിസ്റ്റ് കാണാം. അതിന് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അധികം മനസ്സിലാക്കേണ്ട നേരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഓവർ സൈസ്ഡ് ഹുഡി ടീഷർട്ടാണ്. നല്ല ലെങ്ത് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് കണ്ടപ്പോൾ ഇത് കാറ്റലോഗിൽ കണ്ടപ്പോൾ ഞാൻ ഇതിന്റെ ഫാബ്രിക് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇത് പ്യൂർ കോട്ടൺ ആണ് വരുന്നത്. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. കോൺട്രാസ്റ്റ് ഷെയ്ഡിലുള്ള ഈ ഒരു ആനിമൽ പ്രിന്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇത് ഹുഡി മോഡലാണ് കേട്ടോ വരുന്നത്. സ്ലീവ് ഫുൾ സ്ലീവ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ആണ് വരുന്നത് ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. 500 സംതിങ്ങേ ഉള്ളൂ ഈ ഒരു കോഡ് സെറ്റിന്. ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു സ്കിൻ കളറിൽ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ്. ഇതിന്റെ തന്നെ ഡാർക്ക് ബ്ലൂ അതുപോലെ ബ്ലാക്കിലും വേറെ പ്രിന്റ്സ് ഉള്ള കോഡ് സെറ്റ്സ് അവൈലബിൾ ആണ്. ഓവർ സൈസ് ടീഷർട്ടിന് ഞാൻ സൈസ് എടുത്തേക്കുന്നത് മീഡിയം ആണ്. പക്ഷെ മീഡിയം എടുത്താലും നമ്മളൊരു ലാർജ് അല്ലെങ്കിൽ എക്സൽ ഇട്ടതിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവും. ഓവർ സൈസ്ഡ് ആണല്ലോ, അതുകൊണ്ട് ഭയങ്കര ഓവർ സൈസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാക്ട് സൈസ് എടുക്കുക. ഇനി കുറച്ചൊരു ഒതുക്കമുള്ള ടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സൈസിനേക്കാളും ഒരു സൈസ് ചേർത്തെടുക്കാം കേട്ടോ. ഇനി കോഡ് സെറ്റിൻ്റെ ഞാൻ സൈസ് എടുത്തേക്കുന്നത് മീഡിയം ആണ്. ഇതും കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാന്നുണ്ടെങ്കിൽ നെക്ക് വരുന്ന ഇതുപോലൊരു ഹാഫ് കോളർ ആണ്. ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ഷർട്ട് മോഡലാണ്. പിന്നെ സ്ലീവ് ഇതേപോലെ ഒരു പഫി 3/4 സ്ലീവ് ആണ്. ഇനി ഇതിന്റെ ബോട്ടം പറയാന്നുണ്ടെങ്കിൽ വേസ്റ്റ് വരുന്നത് ഇലാസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതൊരു പോളിസ്റ്റർ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. നിഴലടിക്കൊന്നുമില്ല. ചിലത് ഇങ്ങനെ ഈ ലൈറ്റ് കളർ ആണെങ്കിൽ നിഴലടിക്കുന്ന പ്രശ്നം ഉണ്ടാവും. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ഡ്രസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പാർട്ട് ടൈം ആയിട്ട് വീട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് കുട്ടികളെല്ലാം നോക്കി വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വരുന്ന ഫ്രീ ടൈമിൽ ഓൺലൈനായിട്ട് ഒരു ജോബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനും ഒരു ഓൺലൈൻ ജോബ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ജോബിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വെറുതെ മെസ്സേജ് അയക്കരുത്. ജെന്യുവൻ ആയിട്ട് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വരുന്നത് ഈ ഒരു ഷോർട്ട് ഡ്രസ്സാണ്. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻസ് ഒക്കെ ഉള്ള നല്ല കളർ ഷെയ്ഡിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെയും ലെഗിൻസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഹർപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. ഫാബ്രിക് വരുന്നത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള പോളിസ്റ്റർ മെറ്റീരിയലാണ്. ഞാൻ സൈസ് എടുത്തേക്കുന്ന മീഡിയം ആണ്. ഇതിൽ ഈ ഒരു ചെറിയ ചെറിയ പ്രിൻസ് ആണ് വരുന്നത്. പേർപ്പിളും പിങ്കും ഗ്രീനും എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ്. നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇതേപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അകത്തായിട്ട് വേറെ ലൈനിങ് ഒന്നുമില്ല. പക്ഷെ അങ്ങനെ നിഴലടിക്കില്ല കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 3-4 ടയേർഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ട് നല്ല ഫ്ലോ ആയിട്ട് എടുക്കും. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യണേ. നമ്മൾ നെക്സ്റ്റ് ആണ് വരുന്നത് ഈ ഭംഗിയുള്ള മാക്സി ഡ്രസ്സാണ് കേട്ടോ. ഹർപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെതാണ്. ഇത് സ്ലീവ്ലെസ് ആണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ഇന്നർ ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സൈസ് എടുത്തേക്കുന്നത് മീഡിയം ആണ്. മീഡിയം എന്ന് പറയുമ്പം ഭയങ്കര ബോഡി ഫിറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റ് നല്ല ഷേപ്പിൽ വേണം, ഭയങ്കര ഫിറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് സൈസ് എടുത്താൽ മതി. അതല്ല കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഒരു ഇത്തിരി ലൂസ് ഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈസ് കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടെങ്കിൽ ഇതും നല്ല ക്വാളിറ്റിയുള്ള പോളിസ്റ്റർ മെറ്റീരിയലാണ് വരുന്നത്. അതിൽ വലിയ ഫ്ലോറൽ പ്രിൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നെക്ക് ഇതേപോലെ ചെറിയൊരു വി നെക്കാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഇതേപോലെ ബോ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ആണ്. അതുപോലെ നമ്മളുടെ ഒരു സൈഡിലായിട്ടാണ് സിബ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ കിടക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ്. സൈസ് എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. അതല്ലാണ്ട് ഇത് ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു മാക്സി ഡ്രസ്സ്. ഇനി നമ്മളുടെ നെക്സ്റ്റ് ആണ് വരുന്നത് ഓവർ സൈസ് ആയിട്ടുള്ള ഈ ഒരു ടൈഡൈ ടൈപ്പ് ടീഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ സൈസ് എടുക്കുന്നത് XXL ആണ്. അതുകൊണ്ട് ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. നിങ്ങൾക്ക് ഓവർ സൈസ്ഡ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസിനേക്കാളും 2 സൈസ് കൂടുതൽ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഷേപ്പിൽ കിടക്കണം. പക്ഷെ ഒരു ലോങ് ടീഷർട്ട് മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് വരുന്നത്. ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ഉണ്ട്. ബ്ലൂവും വൈറ്റും ബ്ലാക്കും വൈറ്റും പിങ്കും അങ്ങനെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. നെക്ക് വരുന്നത് ഇതുപോലെ റൗണ്ട് നെക്കാണ്. സ്ലീവ് വരുന്നത് ഇതേപോലെ ഹാഫ് സ്ലീവ് ആണ്. എൻ്റെ എൽബോൻ്റെ അത്രയും ഉണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ ചെറിയ സ്ലീവ് പോലെ തോന്നും. പക്ഷെ നമ്മൾ ഇട്ട് വരുമ്പം ഇത് ഷോൾഡറൊക്കെ കുറച്ച് താന്നിട്ട് എൽബോൻ്റെ അത്ര വരുന്നുണ്ട് സ്ലീവ്. പിന്നെ 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. മുട്ടിൻ്റെ കുറച്ചധികം താഴെ വരെ ലെങ്തും ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഓവർ സൈസ് ടീഷർട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് ആണ് വരുന്നത് ജനാസ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു
ഷോർട്ട് ഡ്രസ്സാണ്. ഇത് ഞാൻ ആക്ച്വലി കാറ്റലോഗിൽ കണ്ടപ്പോൾ കുറച്ചും കൂടി ലെങ്ത് വിചാരിച്ചായിരുന്നു, പക്ഷേ ലെങ്ത് ഒരിത്തിരി കുറവാണ്. ഇത് പ്യുവർ കോട്ടൺ ആണ് വരുന്നത്. ഈ ഖാദിയൊക്കെ ഇല്ലേ അതേപോലത്തെ ഒരു ടൈപ്പ് ഫാബ്രിക്കാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തേക്കുന്നത് മീഡിയം ആണ്. മീഡിയം എനിക്ക് ഒരിത്തിരി ടൈറ്റ് ആയിട്ട് തോന്നിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസിനേക്കാളും ഒരു സൈസ് കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്ക് വരുന്നത് ഇതുപോലെ ഫ്രിൽ ടൈപ്പ് ഹാഫ് കോളറാണ് വരുന്നത്. ഫ്രണ്ടിൽ ബട്ടൺ ഉണ്ട്, പക്ഷെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ യോക്ക് പോർഷൻ്റെ താഴേക്ക് ഇതേപോലെ ഫ്ലെയർഡ് ആയിട്ടുണ്ട് വരുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആണ്, നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയും വേറെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സൈസ് എടുക്കാൻ മാത്രം ശ്രദ്ധിക്കാം. ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മാക്സി ഡ്രസ്സാണ്. കുറേ നാളൊക്കെ ശേഷമുണ്ട് ഞാൻ മാക്സി ഡ്രസ്സ് പർച്ചേസ് ചെയ്യണത്. അപ്പം എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്തില്ല, ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത മാക്സി ഡ്രസ്സസിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരെണ്ണമാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് എടുത്തിരിക്കുന്നത് മീഡിയം ആണ്. ബ്രാൻഡ് വരുന്നത് മിസ്റ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ഇതിൻ്റെ സ്ലീവ്ലെസ് ആയിട്ടുള്ളതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഈ ഒരു 3/4 സ്ലീവ് ഉള്ളത് കാണുന്നത്. ഇതൊരു മോ ബേസിൽ ബ്ലാക്ക് നെറ്റാണ് യോക്ക് പോർഷനിൽ വരുന്നത്. സ്ലീവ് വരുന്നത് 3/4 ആണ്. നെക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ്. ചെറിയൊരു വീക്കട്ട് പോലെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് അല്ല, ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇത് എ ലൈനാണ് കട്ട് വരുന്നത്, പക്ഷെ നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് കേട്ടോ. മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ ആണ്. പിന്നെ എടുത്ത് വരേണ്ട ഒരു കാര്യം, ഇതിൻ്റെ 2 സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. മാക്സി ഡ്രസ്സസിൽ പോക്കറ്റ് വരുന്നത് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. അതും അത്യാവശ്യം നല്ല വലിയ പോക്കറ്റ്സ് ആണ്. ഇതിന് അടിയിൽ നല്ല ലെങ്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻസിന്, അതുപോലെ പാർട്ടീസിന്, അല്ലെങ്കിൽ ബ്രൈഡ് മെയ്ഡ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ബ്ലാക്കും ഈ ഒരു മോ ഷെയ്ഡും. അത്യാവശ്യം നല്ലൊരു കളറുമാണ്, നല്ല ട്രെൻഡിയാണ്, നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഞാൻ എടുത്തേക്കുന്നത് മീഡിയം ആണ് സൈസ്, കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാക്ട് സൈസ് എടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഏതെങ്കിലുമൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരു ടേക്ക് കെയർ. ബൈ.